ഷെർലി ക്ലാസ്സസ് ഹിന്ദിയിലേക്ക് സ്വാഗതം. മക്കളെ, ഇന്ന് 10ാം ക്ലാസ്സിലെ 3rd ചാപ്റ്ററായ റെയിൻ ബസേരമേ എന്ന പാഠഭാഗത്തിലെ ആക്ടിവിറ്റീസ് പഠിക്കാം. ഒന്നാമത് കൊടുത്തേക്ക് നോക്കിയേ. സഹി പ്രസ്താവന ചുൻകർ ലിഖോ. ശരിയായിട്ടുള്ള പ്രസ്താവന എന്ന് വെച്ചാൽ പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതുക. അതാ സഹി എന്ന് വെച്ചാൽ ശരി. പ്രസ്താവ് ചുൻകർ ലിഖോ, സഹിയായിട്ടുള്ള ശരിയായിട്ടുള്ള പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതുക എന്ന്. നമുക്ക് ഇവിടെ കുറേ പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്. അതിൽ ശരിയായിട്ടുള്ളത് ഏതാണോ അത് തിരഞ്ഞെടുത്ത് വേണം എഴുതാൻ. ഒന്നാമത്തെ വായിക്കാം. അമൃതലാൽ വേഗഡിനെ നർമ്മദ കെ കിനാരെ പദയാത്രാക്കി. അമൃതലാൽ വേഗഡ് നർമ്മദ തീരത്തുകൂടി പദയാത്ര നടത്തി. ശരിയാണ്. പാഠഭാഗത്തിൽ അതാണ് തന്നിരുന്നത്. അടുത്ത നോക്കി. ബാരിഷ് ഹോനെ സെ യാത്രിയോം കോ പതോട ഗാവ് മേ ഹി രുക്കിന പട. ബാരിഷ് മഴയെ ഭയന്നില്ലേ യാത്രക്കാർക്ക് പതോട എന്ന ഗ്രാമത്തിലെ രുക്കിന തങ്ങേണ്ടതായി വന്നു. ശരിയാണ്. അടുത്ത നോക്കിയേ. ലേഖക് അവർ സഹായികെ മന്ത്രിക്ക് ഛത് പർ സോഗെ. ലേഖകനും സഹായിയും മന്ദിരത്തിൻ്റെ ടെറസിലാണ് ഉറങ്ങിയത്. അത് തെറ്റാണ്. മന്ദിരത്തിൻ്റെ വരാന്തയിലാണ് അവർ ഉറങ്ങിയത്. അപ്പോൾ മൂന്നാമത്തേത് തെറ്റാണ്. അടുത്ത നോക്കിയേ. ചോട്ടുവിനെ ഗാവ്വാലോം കെ ലിയെ ഖാന പക്കായ. ചോട്ടു ഗ്രാമീണ ജനങ്ങൾക്ക് വേണ്ടി എന്തുണ്ടാക്കി? ഖാന ആഹാരം പാകം ചെയ്തു. തെറ്റാണ്. അവർക്ക് വേണ്ടിയാണ് ആഹാരം പാകം ചെയ്തത്. അപ്പോൾ അതും തെറ്റാണ്. അടുത്ത നോക്കിയേ. നീന്ത് കുൽത്തെ ഹി ലേഖകിനെ ഏക് സ്ത്രീ കോ അപ്പനെ പാസ് ബൈഠേ ദേക്ക. നീന്തെന്ന് വെച്ചാൽ ഉറക്കം ഉണർന്നപ്പോൾ ലേഖകൻ അദ്ദേഹത്തിൻ്റെ പാസെ അരികിലെ സ്ത്രീ ഇരിക്കുന്നതായി കണ്ടു. തെറ്റാണ്. സ്ത്രീ അല്ല ഇരുന്നത്. ഒരു പാകലായിട്ടുള്ള ആത്മീ അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ ഭാഗത്ത് എന്ത് ചെയ്തു? ചുരുണ്ടുകൂടി കിടക്കുന്നതായിട്ടാണ് കണ്ടത്. അപ്പോൾ അത് തെറ്റാണ്. അടുത്ത നോക്കിയേ. പാഗൽ ആത്മീനെ ചാബുക്ക് സേ യാത്രിയോം കോ മാര. ചാബുക്ക് എന്ന് വെച്ചാൽ ചാട്ടവാർ. പാകലായിട്ടുള്ള മനുഷ്യൻ ചാട്ടവാർ കൊണ്ട് യാത്രക്കാരെ അടിച്ചു. തെറ്റാണ്. ഭീഷണിപ്പെടുത്തിയതേ ഉള്ളൂ, അടിച്ചില്ല. പിന്നെ എടുത്ത് നോക്കി. പാഗലാത്മീനെ പിട്ടുസെ കിതാബേം നികാൽക്കറെ ഫേങ്ക് ദി. പാകലായിട്ടുള്ള മനുഷ്യൻ പിട്ടു എന്ന് വെച്ചാൽ പെട്ടി. അതിൽ നിന്നും കിതാബുകൾ പുസ്തകങ്ങൾ നികാൽക്കറി എടുത്ത് ഫേങ്കിതി എറിഞ്ഞു. എറിഞ്ഞില്ല. പുസ്തകങ്ങൾ തിരികെ വച്ചതാണ്. അത് എറിഞ്ഞില്ല. അപ്പോൾ അത് തെറ്റാണ്. ഇനി അടുത്ത് നോക്കിയേ. പാഗലാത്മീയ ലേഖകയ്ക്ക് പൈർ ദബാത്താരഹ. പാഗലായിട്ടുള്ള മനുഷ്യൻ ആ ലേഖകൻ്റെ പൈർനശ കാലിൽ അമർത്തിയല്ലെ തിരുമ്മിക്കൊടുത്തു. അത് ശരിയാണ്. അടുത്ത് നോക്കിയ. ലേഖകയ്ക്ക് ഹാത്തുമേ 20 പൈസ കാ സിക്ക രഘുകർ പാഗലാത്മി ചല ഗയ. ലേഖകൻ്റെ ഹാത്തെന്ന് വെച്ചാൽ കയ്യിലെ 20 പൈസ 20 പൈസയുടെ സിക്ക നാണയം വച്ചിട്ട് ആ പാഗലായിട്ടുള്ള ആത്മീ ചല ഗയ കടന്നുപോയി. അത് ശരിയാണ്. അയാൾ പോയപ്പോഴേ 20 പൈസയുടെ ഒരു നാണയം നമ്മുടെ ലേഖകൻ്റെ കയ്യിൽ കൊടുത്തിട്ടാണ് അദ്ദേഹം വെച്ചിട്ടാണ് പോയത്. അത് ശരിയാണ്. അടുത്ത് നോക്കിയേ. പാഗലാത്മി ചോട്ടു കോഫി സാത്ത് ലേഖയ. പാഗലായിട്ടുള്ള മനുഷ്യൻ ചോട്ടുവിനെ കൂടെ കൊണ്ടുപോയി. തെറ്റാണ്. അയാൾ ചോട്ടുവിനെ കൂടെ കൊണ്ടുപോവുകയും ചെയ്തില്ല. അപ്പോൾ അതും തെറ്റാണ്. അപ്പോൾ ഇങ്ങനെയുള്ളത് ഏതെങ്കിലും 5 എണ്ണം പരീക്ഷയ്ക്ക് ചോദിക്കും. അതിൽ ശരിയായിട്ടുള്ള 3 എണ്ണം നിങ്ങൾ തിരഞ്ഞെടുത്ത് എഴുതണം. അത് നോക്കി വെച്ചിരിക്കണം, എക്സാമിന് കൊള്ളാം. രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കിയേ. പാത്രോങ്കി വിശേഷതായേം പഹച്ചാനേ. കഥാപാത്രങ്ങളെ വിശേഷതകൾ എന്താണോ തിരിച്ചറിയുക. ക്വസ്റ്റ്യനായിട്ട് തന്നിരിക്കുന്ന ഇസ് യാത്രാവൃത്തക്കെ പ്രസംഗമേ കോൻ കോൻ ആപ്കെ സാമിനെ ആത്തെ ഹൈം. ഈ യാത്രാവൃത്തത്തിൻ്റെ സന്ദർഭത്തിൽ ആരൊക്കെയാണ് നിങ്ങളുടെ അരികിലേക്ക് വന്നത്? അതായത് കഥാപാത്രങ്ങളെ ആരൊക്കെയാണ് നമ്മൾ ഈ പാഠഭാഗത്തിൽ കണ്ടത്. അടുത്തെങ്കിൽ ഉൻകെ വിശേഷതായേം ക്യാ ക്യാ ഹേ. അവരുടെ വിശേഷതകൾ എന്തെല്ലാം? താലികാമേ ലിഖേ. താലിക തന്നിട്ടുണ്ട്, കോളം തന്നിട്ടുണ്ട്, അതിലെഴുതുക എന്ന്. 4 എന്നൊക്കെ 1, 2, 3 കോളങ്ങളാണ്. ആദ്യത്തെ കോളത്തിൽ പാത്ര, സെക്കൻഡ് കോളത്തിലെ ഭൂമിക, മൂന്നാമത്തെ കോളത്തിൽ ഇതാണ് വിശേഷതായം എന്ന് കൊടുത്തേക്കുന്നു. എന്നിട്ട് താഴേക്ക് 4 കോളമാണ്. അതിലെ 4 കോളങ്ങളും നമ്മൾ തനിച്ചെന്ത് ചെയ്യണം? എഴുതി അത് കോളം ഫില്ല് ചെയ്ത് കൊടുക്കണം. നോക്കിയേ. ഒന്നാമത്തെ കോളത്തിൽ പാത്ര. ഒന്നാമത് അമൃതലാൽ വേഗഡ് എന്നാണ്. അദ്ദേഹം ഇതിൻ്റെ ലേഖകനാണ്, അറിയാമല്ലോ. അദ്ദേഹം ഇതിൻ്റെ മുഖ്യ കഥാപാത്രമാണ്. അതുകൊണ്ട് അമൃതലാൽ വേഗഡ് എന്ന കഥാപാത്രം ഭൂമിക, മുഖ്യപാത്ര, ലേഖകൻ. മുഖ്യ കഥാപാത്രവും ലേഖകനും ആണ്. അദ്ദേഹത്തിൻ്റെ വിശേഷത സാഹസി, ദയാലു, പ്രകൃതി സ്നേഹിയും ആയിരുന്നു. രണ്ടാമത്തെ കഥാപാത്രം ചോട്ടുവാണ്. ലേഖക സഹായക, ലേഖകൻ്റെ സഹായിയാണ്. ഫോലാഫാല നിഷ്കളങ്കനാണ്. ജിജ്ഞാസു ഉത്കണ്ഠ ഉള്ളവനും ആണ്. ജിജ്ഞാസ ഉള്ളവൻ എന്ന് വെച്ചാൽ ഉത്കണ്ഠ ഉള്ളവനും ഫോലാഫാല നിഷ്കളങ്കനും ആയിരുന്നു. ഇനി മൂന്നാമത്തെ കഥാപാത്രം പാഗലാത്മി, ഭ്രാന്തനായ മനുഷ്യൻ.
ഗാവുക്ക വിചിത്ര വ്യക്തി, ഗ്രാമത്തിലെ വ്യത്യസ്തനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അയാൾ. അയാളുടെ വിശേഷത എന്ന് വെച്ചാൽ ആക്രമണകാരിയും അജീബ് വ്യവഹാർ. അജീബ് എന്ന് വെച്ചാൽ വിചിത്രമായ വ്യവഹാർ, പെരുമാറ്റം. അപ്പം ആക്രമണകാരിയും വിചിത്രമായ പെരുമാറ്റമുള്ള ആളുമായിരുന്നു അദ്ദേഹം, പകലാത്മി. അടുത്ത് നോക്കിയേ, ഗാവ് വാല ഗ്രാമീണൻ. യാത്രിയോങ്കി മദത് കർണേ വാലേ. മദത് എന്ന് വെച്ചാൽ സഹായം, യാത്രക്കാരെ സഹായിക്കുന്നവൻ. അദ്ദേഹത്തിൻ്റെ വിശേഷത ദയാലു അച്ചാത്മി. ദയാലുവായിരുന്നു, അച്ചാത്മി നല്ല മനുഷ്യനും ആയിരുന്നു. അങ്ങനെ ആ കോളത്തിലെ 4 പേരുടെ കഥാപാത്രങ്ങളും ഭൂമികയും വിശേഷതയും നമ്മൾ പഠിച്ചു. അതും വായിച്ചു വെച്ചിരിക്കുക. ഇനി അടുത്ത് നോക്കിയേ, അടുത്തത് പാഠത്തെ ബേസ് ചെയ്തുള്ള ഒരു പട്കഥയാണ് തന്നിരിക്കുന്നത്. പട്കഥ എഴുതുമ്പോൾ അതിൻ്റെ ഫോമാറ്റ് എന്ന് വെച്ചാൽ ആദ്യം എന്ത് ചെയ്യണം, സീന്, സ്ഥാന്, സമയം, പിന്നെ പാത്ര, ദൃശ്യക, വിവരൺ, വാർത്താലാപ്. ഇങ്ങനെയാണ് പട്കഥ എഴുതുന്നത്. നമുക്ക് നോക്കാം. നോക്കിയേ, തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലേക്ക് നോക്കിയേ. മൻ പസന്ത് പ്രസംഗ യാത്രാവൃത്തി സേ ചുനെ. മൻ പസന്ത് എന്ന് വെച്ചാൽ ഇഷ്ടം, മനസ്സിന് ഇഷ്ടപ്പെട്ട സന്ദർഭം ഈ യാത്രാവൃത്തത്തിൽ നിന്ന് തിരഞ്ഞെടുക്കുക. എന്നിട്ട് ഉസേ പ്രസംഗ പർ പട്കഥ കാ ഏക് ദൃശ്യ ലിഖേ. ആ സന്ദർഭത്തെ അടിസ്ഥാനമാക്കി പട്കഥ, അത് ആ സ്ക്രിപ്റ്റ് എന്ന വാക്കാണ് പട്കഥ കേട്ടോ, അത് ആ ദൃശ്യത്തെ അടിസ്ഥാനമാക്കി ലിഖനായി എഴുതുകയും ചെയ്യുക. അതായത് ഈ പാഠഭാഗത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു സന്ദർഭം തയ്യാറാക്കുക, അല്ലെ തിരഞ്ഞെടുക്കുക. എന്നിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ പട്കഥ തയ്യാറാക്കി കൊടുക്കുകയും ചെയ്യുക. ആൻസർ എഴുതുമ്പോൾ എന്ത് ചെയ്യണം, എന്നൊക്കെ സീൻ 1 എന്നോ 2 എന്നോ 3 എന്നോ എന്താണെന്ന് വെച്ചാൽ എഴുതുക. സീൻ 1 സ്ഥാൻ മന്ദിർ കെ ബരാമതെ. മന്ദിരത്തിൻ്റെ ബരാമതെ, വരാന്തയിൽ, അവിടെ വച്ച് നടന്ന സംഭവത്തിൻ്റെ സ്ക്രിപ്റ്റാണ് തയ്യാറാക്കിയിരിക്കുന്നത് കേട്ടോ. മന്ദിർ കെ ബരാമതെ. നെക്സ്റ്റ് സമയ രാത്ത് 8 ബജെ. രാത്രിയിലെ 8 ബജെ എന്ന് വെച്ചാൽ എത്ര മണിയാണ്, 8 മണി. അടുത്ത നോക്കിയ കഥാപാത്രങ്ങളാണ്. പാത്ര ഒന്നാമത്തെ പാഗലാത്മി. ലഘുഭഗ ഏകദേശം അയാൾക്ക് എത്ര വയസ്സാണ്, 60 സാൽ, 60 വയസ്സുള്ള വ്യക്തിയാണ്. ധോത്തി ഔറെ ബനിയൻ പഹൻതാഥ. ധോത്തി വെച്ചാൽ മുണ്ടും ബനിയനുമാണ് പഹന്ന ധരിക്കുകയും ചെയ്ത്. പകലായിട്ടുള്ള മനുഷ്യനാണ്, ഏകദേശം 60 വയസ്സാണ്. പിന്നെ ധോത്തി എന്ന് വെച്ചാൽ മുണ്ടും ബനിയനും ധരിച്ചിരിക്കുന്നു. അടുത്ത നോക്കിയാൽ ലേഖക, രണ്ടാമത്തെ കഥാപാത്രം ലേഖകനാണ്. അദ്ദേഹം ലഘുഭഗ ഏകദേശം 55 സാൽ, 55 വയസ്സോളം പ്രായമുള്ള വ്യക്തിയാണ്. പാൻറ്റും കമീസുമാണ് ധരിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ചോട്ടുവാണ്. ചോട്ടു ലഘുഭഗ ഏകദേശം 25 വയസ്സുള്ള വ്യക്തിയാണ്. പതലൂൻ എന്ന് വെച്ചാൽ പാൻറ്റും ഷർട്ടുമാണ് ധരിച്ചിരിക്കുന്നത്. ഇതാണ് അവരുടെ വേഷവിധാനം. ഓക്കെ, ഇനി അടുത്ത് നോക്കിയ ദൃശ്യകാ വിവരൺ. അവിടെ കണ്ട സീൻ എന്താണ്, ദൃശ്യം എന്താണോ അതിൻ്റെ വിവരണം നോക്കാൻ. ലേഖക और छोटू लेटते समय उसके पास पागल आदमी आकर उन्हें धमक रहे हैं. അതായത് ലേഖകനും ചോട്ടും കൂടി ലേട്ടിന കിടന്ന സമയത്തെ അവരുടെ പാസിലായിട്ട്, അരികിലായിട്ട് പാകലായിട്ടുള്ള ഒരു ആത്മീയ കടന്നു വരികയും അവരെ ധമക് രഹയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തു. അതാണ് അവിടുത്തെ ദൃശ്യം. ഇത്രയും കാര്യങ്ങളാണ് നറേഷൻ എഴുതുക. അതിനുശേഷം നമുക്ക് കോൺവെർസേഷനിലേക്ക് പോകാം. നോക്കിയേ, കോൺവെർസേഷനിലെ ആദ്യത്തെ ആള് പാഗലാത്മിയാണ്. കോൻ ഹോ തും ലോകെ, നിങ്ങൾ ആരാണെന്ന് അദ്ദേഹം ചോദിച്ചു. അത് കേട്ട് ലേഖൻ പറഞ്ഞു, ഹം ദൂരെ ഗാവ് സേ ആയേ. ഞങ്ങൾ ദൂർ എന്ന് വെച്ചാൽ ദൂരെ, ഗാവ് സേ ആയേ ഗ്രാമത്തിൽ നിന്ന് വന്നവരാണ്, അല്ലെ വന്നു. ആത്മി യഹാം കൈസെ കുസായേ ഹോ. ഇവിടെ യഹാം എന്ന് വെച്ചാൽ ഇവിടെ, നിങ്ങൾ എങ്ങനെയാണ് കുസ്ന കടക്കുകയും ചെയ്തത് എന്ന്. അത് കേട്ട് ലേഖകൻ പറഞ്ഞു, ജിന്നോനെ യഹ മന്ദിർ ബൻവായ ഹേ. ആരാണോ ഈ മന്ദിർ എന്ന് വെച്ച ക്ഷേത്രം ബൻവായ ഹേ നിർമ്മിച്ചത്, ഉന്നോനെ ഹമേ യഹാൻ ടഹറായ ഹേ. അവരാണ് ഞങ്ങളെ ഇവിടെ താമസിപ്പിക്കുകയും ചെയ്തത്. ആരാണോ ഈ മന്ദിരം നിർമ്മിച്ചത് അവരാണ് ഞങ്ങളെ ഇവിടെ താമസിപ്പിക്കുകയും ചെയ്യുന്നത്. അടുത്ത നോക്കിയേ, ആത്മി मैं വെച്ചാൽ ഞാൻ, मैं CID इंस्पेक्टर हूँ. ഫേഷ് ബദൽക്കർ ചോറും കാ പത ലഗിത്ത ഹും. ഞാൻ CID ഇൻസ്പെക്ടറാണ്. ഫേഷ് ബദൽക്കർ എന്ന് വെച്ചാൽ വേഷം മാറി, ചോറും കോ പത ലഗിത്ത ഹേ. ചോറെന്ന് വെച്ചാൽ കള്ളന്മാരെ അന്വേഷിച്ച് നടക്കുകയാണ് എന്ന് ആ പാകലായ ആത്മി അറിയിച്ചു. അത് കേട്ട് ചോട്ടു പറഞ്ഞു, ഹം ക്യാ കിയ, ഞങ്ങൾ അതിനെന്ത് ചെയ്തു എന്ന്. ഉടനെ ആത്മി പറയാണ്, കോനമേ രേഖ പിട്ടുമേ ക്യാ ഹേ. കോന കോർണർ ഭാഗത്തിരിക്കുന്ന പിട്ടു പെട്ടിയിൽ എന്താണ്. മുച്ച ഇസ്കി തലാശി ലേനി ഹോഗേ. എനിക്കൊന്ന് ഇതൊന്ന് തലാശ് എന്ന് വെച്ചാൽ പരിശോധിക്കുക, ഈ പെട്ടി എനിക്കൊന്ന് പരിശോധിക്കണം എന്ന് പറഞ്ഞു.
അതുകൊണ്ട് ലേഖകൻ പറഞ്ഞു ഇസ്മയും കുച്ച് ചീസേ ഹേ, അതിൽ കുറച്ച് വസ്തുക്കൾ മാത്രമാണ്, അത്രയേ ഉള്ളൂ എന്ന്. ആത്മീ ചോട്ടുവിനൂടെ വാട്ട് ഈസ് യുവർ നെയിം, എന്താണ് നിൻ്റെ പേരെന്ന് ചോദിച്ചു. ചോട്ടു പറഞ്ഞു, നോക്കിയേ, ചോട്ടു പറയണം വെച്ചേ അംഗ്രീസിനഹി ആത്തി, എനിക്ക് എന്തോ അറിയില്ല, ഇംഗ്ലീഷൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. അത് കേട്ട് ആത്മീ തും ക്യാ കർത്തേ ഹോ, നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് ലേഖകനോട്. ലേഖകൻ പറഞ്ഞു മേ ശിക്ഷക് ഥാ, ഞാനൊരു അധ്യാപകനാണ്. അവർ റിട്ടയർ ഹോ ഗയാഹും, ഇപ്പോൾ റിട്ടയർ ആകുകയും ചെയ്തു. അത് കേട്ട് ആത്മീയരാണ് മേ ശിക്ഷക് സേ ആദർ കർത്താഹും, ഞാൻ അധ്യാപകരെ വളരെയധികം എന്ത് ചെയ്യുന്നു, ആദർ കർത്താഹും, ആദരിക്കുകയും ചെയ്യുന്നു, അല്ലെ ബഹുമാനിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ടേക്കുകയെ ശരി സോജാവോ, നിങ്ങൾ ഉറങ്ങിക്കൊള്ളൂ എന്ന്. അത് കേട്ട് ലേഖകെ ഓണ്ട് കർ സോഗേ, ലേഖൻ എന്ത് ചെയ്യുന്നു, ഓണ്ട് കർ പുതച്ചുകൊണ്ട് സോഗേ, ഉറങ്ങാൻ വേണ്ടി പോയി, അല്ലെ ഉറങ്ങി. സോഗേ എന്ന് വെച്ചാൽ ഉറങ്ങാൻ വേണ്ടി പോയി എന്നാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പട്കഥ ശരിക്കും നല്ലതുപോലെ വായിച്ച് പഠിച്ച് വയ്ക്കണം. ഈ റെയിൻ ബസേര എന്ന പാഠഭാഗത്തിലെ പട്കഥ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് നല്ലതുപോലെ പഠിച്ച് വയ്ക്കുക. ബാക്കി ഇനിയുണ്ട് ക്വസ്റ്റ്യൻസ്, ഡയറി, കോൺവെർസേഷന്, ബാക്കി ആക്ടിവിറ്റീസ് ഏതൊക്കെയാണോ അതെല്ലാം, ഗ്രാമറിൻ്റെ പോർഷനൊക്കെ ഉണ്ട്, അതെല്ലാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യണം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ.